അല്പമൊന്ന് ബുദ്ധിമുട്ടിലായാൽ അല്ലെങ്കിൽ പണത്തിന് പെട്ടെന്ന് ആവശ്യമുണ്ടായാലെല്ലാം നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സ്വർണ വായ്പകളെയാണ്. എന്നാൽ ഇനി കാര്യങ്ങൾ പഴയതുപോലെയാകില്ല. സ്വർണ വായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം വരികയാണ്. വായ്പ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച കരട് മാർഗനിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കി. നിർദ്ദേശമനുസരിച്ച് വായ്പാ മൂല്യ അനുപാതം 75% കുറയ്ക്കും. നിങ്ങൾ 1000 രൂപ മൂല്യമുള്ള വസ്തു പണയം വെക്കുകയാണെങ്കിൽ വായ്പയായി ലഭിക്കുക 750 രൂപയായിരിക്കും. നിങ്ങൾ പണയം വെക്കാൻ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. പണയം വെക്കാൻ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയുമായി സംബന്ധിച്ച് ബാങ്ക് ഉപയോക്താവിന് സർട്ടിഫിക്കറ്റ് നൽകണം. ആഭരണങ്ങൾ, നാണയങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ ഇനി വായ്പ ലഭിക്കുകയുള്ളൂ. ചിലതരം വെള്ളി ആഭരണങ്ങൾക്കും വെള്ളി നാണയങ്ങൾക്കും വായ്പ നൽകാനും നിർദ്ദേശത്തിൽ പറയുന്നു. ഒരാൾക്ക് 1 കിലോ സ്വർണം മാത്രമേ ഇനി പണയം വെക്കാനാകൂ. നിങ്ങൾ പണയം വെക്കുന്ന സ്വർണത്തിന്റെ മൂല്യം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയിലായിരിക്കണം. പണയം വെക്കുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് വായ്പാ കരാർ ഉണ്ടായിരിക്കണം. ഇടപാട് പൂർത്തിയായതിനു ശേഷം 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം തിരികെ നൽകണം. കാലതാമസമുണ്ടായാൽ ഓരോ ദിവസവും 5000 രൂപ വീതം സ്ഥാപനം പിഴയായി നൽകേണ്ടതുണ്ട്.